ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹെവലി മന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സർവശക്തനാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും പരിശുദ്ധയാത്മാവ് ഇന്നും നമ്മോട് സംസാരിക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളം നാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും നമുക്കെല്ലാവർക്കും സുപരിചിതവുമായ ഒരു വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം വായിക്കുവാനിടയായത്. വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തി പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തുകയാണ്. കുറുനിരകളും കാട്ടുജീവികളും ക്ഷുദ്രജീവികളും കൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്ന ദ്വീപിൽ ഇവനെ നാടുകടത്തി അവിടെ അവന്റെ ജീവിതത്തെ അവസാനിപ്പിക്കണമെന്ന ചിന്താഗതിയോടുകൂടെ ചക്രവർത്തി ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന യോഹന്നാനെതിരെ വിധി എഴുതുവാനിടയായി. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവിന് പറയുവാനുള്ള പ്രഥമ ദൂതിതാണ്: നിങ്ങൾക്കെതിരെ, എനിക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കെതിരെ, ദൈവമക്കളുടെ തലമുറകൾക്കെതിരെ ഏത് ഗവൺമെന്റിന് വേണമെങ്കിലും വിധി എഴുതാം, ഏത് മനുഷ്യന് വേണമെങ്കിലും വിധി എഴുതാം, അല്ലെങ്കിൽ ഏത് സമൂഹത്തിന് വേണമെങ്കിലും വിധി എഴുതാം. പക്ഷേ വിധി നടപ്പിലാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചക്രവർത്തിയല്ല, സർവശക്തനാം ദൈവമാണ്. നിങ്ങൾ എത്ര പേര് ഈ ദൂതിനെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചിലരൊക്കെ നിങ്ങളെ നോക്കി വിധി എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ തലമുറകളെ നോക്കി വിധി എഴുതിയിരിക്കുകയാണ്, നിന്റെ കുടുംബ ജീവിതത്തെ നോക്കി വിധി എഴുതിയിരിക്കുകയാണ്, നിന്റെ തലമുറയുടെ ഭാവിയെ നോക്കി വിധി എഴുതിയിരിക്കുകയാണ്. യവൻ രക്ഷപ്പെടത്തില്ല, യവൻ മന്ദബുദ്ധിയാണ്, യവൻ ബുദ്ധി ഉറക്കാത്ത കൊച്ചനാണ്, യവൻ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല. നിന്റെ കുടുംബം ഒരു കാലവും രക്ഷപ്പെട്ട് പുറത്തു വരത്തില്ല. നിന്റെ ഭർത്താവ് മാനസാന്തരപ്പെടത്തില്ല, നിന്റെ തലമുറകൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരത്തില്ല. നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നീ ഉപവസിച്ചിട്ട് കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഈ ലോകത്തിലെ പലരും നിങ്ങളെ നോക്കി വിധി എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് കാര്യമില്ല. ഒത്തിരി പേര് ഇവിടെ കടന്നു വന്ന് പ്രവർത്തിച്ചവരെല്ലാം പരാജയം ഏറ്റുവാങ്ങി കടന്നുപോയി. ഇനി നീ ഇവിടെ പ്രവർത്തിച്ചാലും ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഒരുപക്ഷെ കൂടെയുള്ളവർ പോലും നിങ്ങളെ നോക്കി വിധി എഴുതിയിട്ടുണ്ടായിരിക്കുക. ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധ ആത്മാവ് ഇന്ന് നിങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. വിധി എഴുതുവാൻ, നിങ്ങളെ നോക്കി വിധി പറയാൻ ഈ ലോകത്തിലെ മനുഷ്യരുടെ അധരം ഒരുപക്ഷെ ചലിച്ചെന്ന് വരാ. പക്ഷെ നിങ്ങൾക്കെതിരെ എഴുതിയ വിധി നടപ്പിലാകണമോ, നിങ്ങൾക്കെതിരെ പറഞ്ഞ പദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർവശക്തനാം ദൈവമാണ്. ഡൊമീഷ്യൻ ചക്രവർത്തിക്ക് യോഹന്നാനെ നാടുകടത്താൻ വിധി കൽപ്പിക്കാം. പക്ഷെ ആ വിധി അവിടെ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് സർവശക്തനാം ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനാൽ വിളിച്ചു പറ, ദുഷ്ട പിശാചിനെ നോക്കി വിളിച്ചു പറ, പിശാചേ, നീ എന്നെ തകർക്കുമെന്നും എൻ്റെ കുടുംബത്തെ തകർക്കുമെന്നും എൻ്റെ തലമുറകൾ രക്ഷപ്പെടത്തില്ലെന്നും ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തെന്ന് വന്നാലും എനിക്കൊന്ന് ഉറപ്പുണ്ട്, സ്വർഗത്തിലെ ദൈവമാണ് തീരുമാനിക്കുന്നത്. എൻ്റെ തലയിലെ ഒരു രോമം നിലത്ത് വീഴണമെങ്കിൽ എൻ്റെ ദൈവം അറിയാതെ സംഭവിക്കുകയില്ല. വിശ്വസിക്കുന്നവർ ആധാരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ കുടുംബത്തിൽ എന്ത് സംഭവിക്കണമെന്ന് ചിന്തിക്കുന്നത്
ഉത്തരവാദിയല്ല. നിന്റെ തലമുറ എവിടെ ചെന്ന് അവസാനിക്കണമെന്ന് ചിന്തിക്കുന്നത് ആഭിചാരം ചെയ്യുന്നവനല്ല. നിന്റെ ഭർത്താവ് നിനക്ക് അനുഗ്രഹമായി തീരണമോ എന്ന് തീരുമാനിക്കുന്നത് നാട്ടുകാരല്ല, ബന്ധുക്കളും ചാർച്ചക്കാരുമല്ല കുഞ്ഞേ. നിന്റെ ഭാവി നിർണയിക്കുന്നത് ഹല്ലേലൂയ നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ നിർമ്മിച്ചവൻ ഹല്ലേലൂയ നമ്മുടെ സൃഷ്ടിതാവായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് സകലതും പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ദൈവിക പദ്ധതി അല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് അകത്തളങ്ങളിൽ ഉറപ്പുള്ള ദൈവമക്കൾ അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് വിധി എഴുതാൻ ഈ ലോകത്തിലെ അധികാരികൾക്കൊരു പക്ഷെ കഴിഞ്ഞെന്ന് വന്നേക്കാം. നടപ്പിലാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. എന്നെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. നീ കിടക്കുന്ന ദേശത്ത്, നീ കിടക്കുന്ന രാജ്യത്ത് ആരൊക്കെയോ നീ പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ ഊരാ കുടുക്കിനകത്ത് നിന്നെ കൊണ്ട് കുടുക്കിയിട്ടിരിക്കുമ്പോൾ പരിശുദ്ധനാം ദൈവം പറയുന്നു, നീ പുറത്തു വരരുത്, നീ രക്ഷപ്പെടരുത്, നീ നന്മ പ്രാപിക്കരുത്, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടരുത്, നീ ഇനി വെളിച്ചം കാണരുത്, നിന്റെ തലമുറ രക്ഷപ്പെടരുത്. ഏത് പദ്ധതി ഉദ്ദേശിച്ചാണോ അവൻ നിന്നെ ഊരാ കുടുക്കിനകത്ത് ബന്ധിച്ചിട്ടത്, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ആലോചന പറയുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ തന്നെ ദൈവകരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ കുരുക്ക് മുറുകണമോ ആ കുരുക്ക് അഴിയണമോ എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. കുരിക്കാൻ ഒരുപക്ഷെ അവന് കഴിഞ്ഞെന്ന് വരാ, അത് നിനക്ക് അനുകൂലമാകണമോ പ്രതികൂലമാകണമോ എന്ന് തീരുമാനിക്കുന്നത് സർവശക്തനാം ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഉറപ്പുള്ളവർ ഉറപ്പോടുകൂടെ വിളിച്ചു പറഞ്ഞ് ഒരു മാനുഷിക കുരുക്കുകൾക്കും ഒരു മാനുഷിക ശക്തികൾക്കും ഒരു ആലയം നിയമ കുരുക്കുകൾക്കും എന്നെ ഒരിടത്തും ബന്ധിച്ചിടുവാൻ കഴിയത്തില്ല. ഈ പട്ടണത്തിൽ ദൈവമാണ് എന്നെ അയച്ചതെങ്കിൽ, ഈ രാജ്യത്ത് ദൈവമാണ് എന്നെ അയച്ചതെങ്കിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിയമങ്ങൾ അതിനെതിരായി നിന്നാലോ, അധികാരികൾ അതിനെതിരായി നിന്നാലോ, ഞാൻ ഉപജീവനം ചെയ്യുന്ന ഈ ഓഫീസിനകത്തെ പ്രധാനികൾ അതിന് എതിരായി നിന്നാലോ എനിക്ക് പ്രശ്നമല്ല. എന്നെ അയച്ച ദൈവോ, എന്നെ സൃഷ്ടിച്ച ദൈവോ, എന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവോ, എന്നെ തെരഞ്ഞെടുത്ത ദൈവോ അവൻ വിശ്വസ്തനാണ്. ആ ദൈവം നിശ്ചയിച്ചതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ലെന്ന് ഉറപ്പും ധൈര്യത്തോടുകൂടി ദൈവത്തെ അധരങ്ങളെ തുറന്ന് അധികാരത്തോടുകൂടെ നീ പ്രാർത്ഥിക്ക്. ആത്മാവിൽ ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തോടുകൂടെ നീ പ്രതികരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് ചില ചങ്ങലകളെ, ചില ബന്ധനങ്ങളെ, ചില പോരുകളെ പൊട്ടിച്ചു മാറ്റുകയാണ്. നിന്നെ ഉപദ്രവിക്കാൻ പലർക്കും പദ്ധതികൾ ഇടാൻ സംഭവിക്കും, നടക്കും. പക്ഷേ ആ പ്ലാൻ സംഭവിക്കത്തില്ല. സംഭവിക്കണമെങ്കിൽ സ്വർഗത്തിന്റെ അപ്രൂവൽ ആവശ്യമാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ദൈവത്തിന്റെ കരത്തിലാണ്. നിന്റെ ആയുസ്സിനു നേരെ ഒരു ശക്തിക്കും അവകാശവാദം പറയാൻ അനുവാദമില്ല. സമയത്തിന് മുന്നമേ നിന്നെ തീർത്തു കളയുമെന്ന്, നിന്നെ രോഗിയാക്കി ബന്ധിച്ച് നിന്റെ ജീവിതത്തെ തീർത്തു കളയുമെന്ന് ഏതെങ്കിലും രോഗാത്മാവിന് വ്യാമോഹമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ധൈര്യത്തോടെ ആ ഇരുട്ടിന്റെ സത്യം നോക്കി വിളിച്ചു പറ, പിശാചേ, ഇത് നിന്റെ വെറും വ്യാമോഹമാണ്, ഇത് നിന്റെ വെറും വ്യാമോഹമാണ്, ഇത് നിന്റെ വെറും വ്യാമോഹമാണ്. നിന്റെ ഹിതമല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അധികാരിയും അവകാശിയുമായ എൻ്റെ ദൈവത്തിൻ്റെ ഹിതമാണ്. സമയത്തിന് മുന്നമേ നിന്റെ ആയുസ്സിനെ തൊടാൻ ഒരു ശക്തിക്കും അനുവാദമില്ല. അന്തന കൗടപതന
അത്തരത്തിലാരല്ല തച്ചിനിരുന്ന് എവിടെയെല്ലാം മന്ത്രവാദം ചെയ്താലോ മന്ത്രവാദിയോട് പറയേ, ഞാൻ നിനക്ക് ടാർപ്പയടിച്ചു തരാം മന്ത്രവാദി. എന്റെ മുറ്റത്ത് നീ കടന്നു വന്നു, എന്റെ മുറ്റത്ത് നീ ഹോമകുണ്ഡമുണ്ടാക്കി അവിടെ ഇരുന്ന് നീ ഹോമം ചെയ്ത് ഞാൻ തട്ടിപ്പോകാം. പക്ഷെ നീ ചെയ്യുന്നത് നിനക്ക് വിനയായി തീരുന്നതല്ലാതെ എന്റെ തലയിൽ ഒരു രോമത്തെ പോലും കരിക്കാൻ ആ ഹോമകുണ്ഡത്തിനകത്ത് കത്തുന്ന തീക്ക് കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ, തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ വിചാരത്തെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, മന്ത്രവാദത്തെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, ഇരുട്ടിന്റെ ശക്തികളെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, ദുരാത്മാക്കളെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ എന്റെ കൂടെയുണ്ട്. ഉറപ്പുള്ളവർ ആദരങ്ങളെ ചലിപ്പിച്ച് ആത്മാവിൽ ഇന്ന് പകൽക്കാലം പ്രതികരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിടുതൽ സംഭവിക്കട്ടപ്പാ. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾക്കകത്ത് രോഗികളായി കിടക്കുന്നവരുണ്ട്. ആ ഭവനങ്ങൾക്കകത്ത് രോഗികളായി കിടക്കുന്നവരെ സ്വർഗം അവിടെ നിന്ന് സ്പർശിക്കുന്നതിനാൽ, രോഗികളായി ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ ദൈവാത്മാവ് അവിടെ നിന്ന് സ്പർശിക്കുന്നതിനാൽ, അങ്ങയുടെ അടിപ്പിണരാനുള്ള സൗഖ്യത്തെ ഇന്ന് സ്വർഗം അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ഈ ദൈവാത്മാവിന്റെ ശക്തി അവിടെ നിന്ന് പകരപ്പെടട്ടെ, സൗഖ്യത്തിന്റെ ശക്തി അവിടെ നിന്ന് വെളിപ്പെടട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, രോഗക്കെട്ടുകൾ പോട്ടട്ടെ, ആഭിചാര കെട്ടുകൾ പോട്ടട്ടെ. മന്ത്രവാദി എന്തുദ്ദേശത്തിൽ മന്ത്രം ചൊല്ലിയോ ആ മന്ത്രക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം സംഭവിക്കുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളിൽ ആ സൗഖ്യം വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇത് പകൽക്കാലം ആ സൗഖ്യത്തെ പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അതിന്റെ മേൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തിയെ ചലിപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതൊരു വിടുതലിന്റെ സന്ദേശം. ഈ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോമാഞ്ചം കൊള്ളിപ്പിക്കാനല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെയും കൊല്ലാൻ കാരാഗ്രഹത്തിനകത്ത് പിടിച്ചിട്ട് ഹെരോദാവ് വ്യാമോഹം കൊണ്ടിരിക്കുമ്പോൾ പത്രോസിനെ കൊല്ലാമെന്ന് നിനക്ക് മോഹിക്കാം ഹെരോദാവേ. ദൈവത്തിന്റെ അഭിഷിക്തനെ ഉപദ്രവിച്ച് ജനത്തിന്റെ പിന്തുണ നേടിയെടുക്കാമെന്ന് നിനക്ക് വ്യാമോഹിക്കാം. ഏതെങ്കിലും അഭിഷിക്തന്മാരുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാ. ദൈവം അനുവദിക്കാതെ ഇവിടത്തെ ഒരു അഭിഷിക്തന്മാരുടെയും ഇവിടത്തെ ഒരു ദൈവമക്കളെയും തൊടുവാൻ ഒരു നേതാക്കന്മാർക്കും കഴിയത്തില്ല. ഹെരോദാവിന്റെ സ്വപ്നത്തെ തകിടം മറിച്ച ദൈവം അഭിഷിക്തന്മാരെ ഉപദ്രവിച്ചുകൊണ്ട്, ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ട് ജനത്തിന്റെ പിന്തുണ നേടിയെടുക്കാമെന്ന് ചിന്തിച്ചവരെ വിരൽ കൊണ്ട് തൊട്ട് കൃമിക്കിരയാക്കിയ ദൈവം ഇന്നും ജീവനുള്ള ദൈവമാണ്. കാരാഗ്രഹത്തിനകത്ത് ബന്ധിച്ചിട്ടവന്റെ കാരാഗ്രഹത്തിന്റെ വാതിലുകളെ പൊളിച്ച് അതിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി അഭിഷിക്തന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവം ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്. ഇന്ന് അത്തരത്തിൽ ഏതെങ്കിലും മേഖലകളിൽ മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ അനുഭവിച്ച് ഹല്ലേലൂയ ദൈവവാക്കിയിരിക്കുന്ന മണ്ണിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ആലോചന പറയുന്നു. ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പേ. നിങ്ങളെ വിളിച്ച ദൈവം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ജനപിന്തുണയ്ക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലോ, ആരെല്ലാം എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നാലും അത് നടപ്പിലാകണമോ, അത് സംഭവിക്കണമോ സംഭവിക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന രാജാതി രാജാവ്, ഹല്ലേലൂയ, സ്വർഗാതി സ്വർഗങ്ങളിൽ വസിക്കുന്ന നമ്മുടെ കർത്താതി കർത്താവുമാണ്. എങ്കിലും പകൽ
വിശ്വാസത്തോട് പറയേ, വ്യാമോഹങ്ങൾ നടത്താം ഇവിടത്തെ മനുഷ്യന്, വ്യാമോഹങ്ങൾ നടത്താം ഇവിടത്തെ അധികാരികൾക്ക്, നിയമങ്ങൾ കൊണ്ടുവരാം, നടപ്പിലാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർവശക്തനാം ദൈവമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഹാനിയാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കർത്താവാണ്. എങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോട് പറയേ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. യോഹന്നാനെ നാട് കടത്തുമ്പോൾ അത് കണ്ടു നിന്നവർ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇനി അവനൊരു മടങ്ങി വരവുണ്ടാകത്തില്ല, അവൻ തീർന്നു. ഹല്ലേലൂയ. അവന്റെ ശത്രുക്കൾ യോഹന്നാനെ നോക്കി മാറി നിന്ന് വിളിച്ചു പറഞ്ഞു കാണും, നീ തീർന്നടാ, നീ തീർന്നു, ഇനി നിനക്കൊരു മടങ്ങി വരവില്ല, നിന്റെ ശുശ്രൂഷ തീർന്നടാ, നിന്റെ പ്രാർത്ഥന തീർന്നടാ, നിന്റെ ഉപവാസം തീർന്നടാ, ഇനി കാണട്ടെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എല്ലാം അവസാനിച്ചില്ലേ, നിന്റെ ചാട്ടം ഇതിനായിരുന്നു എന്ന്. എങ്കിലിന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് ജനത്തെ നോക്കി വിളിച്ചു പറയുന്നു, നീ എവിടെ തീർന്നെന്ന് പറഞ്ഞോ അവിടെ നിന്നെ മാനിക്കാൻ, എവിടെയാണോ നിന്റെ തകർച്ചയുടെ സ്ഥലമെന്ന് പറയുന്നത് അത് നിന്റെ ഉയർച്ചയുടെ സ്ഥലമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ആദരങ്ങളെ ചലിപ്പിച്ച് പറഞ്ഞാട്ടെ, നിന്റെ തകർച്ചയുടെ ഇടത്തെ നിന്റെ ഉയർച്ചയുടെ ഇടമാക്കി മാറ്റാൻ, നിന്റെ പരാജയത്തിന്റെ സ്ഥലമെന്ന് പറയുന്നതിന് നിന്റെ ജയത്തിന്റെ ഇടമാക്കി മാറ്റാം. ഹല്ലേലൂയ. നിന്നെ ഇല്ലാതെയാക്കി കളയും. ഇനി നിനക്കൊരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ നിന്നെ ബന്ധിക്കുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ നിന്നെ മാനിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഊടാലവ ശബ്ദന പദ്മോസിന്റെ തകർച്ചയ്ക്കല്ല, വിശ്വസിക്കുന്നവർ കൂടെ പറഞ്ഞ്, ഈ പദ്മോസിന്റെ തകർച്ചയ്ക്കല്ല, നിങ്ങൾ കടന്നു പോകുന്ന പദ്മോസ് ഏതായാലും, കുഞ്ഞെ നീ കടന്നു പോകുന്ന വിഷയം ഏതായാലും വിശ്വാസത്തോട് പറയേ, ഈ പദ്മോസിന്റെ തകർച്ചയ്ക്കായിട്ടല്ല, ഈ പ്രതിസന്ധി എന്റെ തകർച്ചയ്ക്കായിട്ടല്ല, ഈ തകരുമെന്ന് പറഞ്ഞ ഈ മണ്ണിൽ തന്നെ എന്നെ നിർത്തും എന്റെ ദൈവം, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമാറാക്കും എന്റെ ദൈവം. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്ക് എന്റെ മേൽ അവകാശമില്ല, അന്ധകാര ശക്തികൾക്ക് എന്റെ മീതെ അവകാശമില്ല, ജാതീയ ശക്തികൾക്ക് എന്റെ മീതെ അവകാശമില്ല. ഞാനായിരിക്കുന്ന മണ്ണിൽ ഏതെല്ലാം കുടിയിരിപ്പ് ശക്തികൾ ഉണ്ടെങ്കിലും ഒരു കുടിയിരിപ്പ് ശക്തികൾക്ക് എന്റെ മേൽ അവകാശമില്ല. വിശ്വാസത്തോടെ ആദരങ്ങളെ ചലിപ്പിച്ച് പറയേ, ഓ റിബാലബൗഡപദന അംദലെ റീഗ പ്രൗഢാനികച്ചസിയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആ വിടുതലുകൾ അവിടെ റിലീസാകട്ടെ. വിശ്വാസത്തോടെ പദങ്ങളെ ഹല്ലേലൂയ കർത്താവേ ചേർന്ന് പറയുന്ന ആ വ്യക്തികളിൽ, ആ കുടുംബങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ആ ദൈവസഭകളെ ആ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആ രാജ്യത്ത്, ആ പട്ടണത്തിൽ, ആ ദേശത്ത്, ആ ഗ്രാമങ്ങളിൽ അവർ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടട്ടെ. ഹല്ലേലൂയ. തകർന്നെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ അവർ ഉയരട്ടെ, ദൈവനാമത്തെ ഉയർത്തട്ടെ, ദൈവിക വെളിപ്പാടുകളെ കാണട്ടെ. ഓ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. സ്വർഗം അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? യോഹന്നാനെ നാട് കടത്തുമ്പോൾ ചക്രവർത്തിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന ചക്രവർത്തിയുടെ പ്രതീക്ഷയല്ല നടക്കുന്നത്. ദൈവത്തിന് അവനെ പത്മോസിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിൻ്റെ അതിൻ്റെ പുറകിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തുമ്പോൾ ദൈവത്തിന് അതിൻ്റെ പുറകിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്താണ് ആ ദൈവിക പദ്ധതി? നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഹല്ലേലൂയ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിച്ച് അവൻ ഹല്ലേലൂയ ഭിക്ഷ യാചിക്കുവാനിടയായി. ഉടനെ പത്രോസ് അവനെ നോക്കി വിളിച്ചു പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. ഒന്ന് ചിന്തിച്ചേ, അഭിഷിക്തനായിരിക്കുന്ന പത്രോസ് മാത്രമല്ല ഉള്ളത്, പത്രോസിന്റെ കൂടെ യോഹന്നാനുമുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ
അവൻ അന്ന് ഒരു കൗമാരക്കാരനാണ്. പത്രോസ് സീനിയറായ ഒരു ശുശ്രൂഷകനാണ്. സീനിയറായിരിക്കുന്ന ശുശ്രൂഷകൻ ഉച്ചരിക്കുന്ന പദങ്ങൾ കണ്ടു. വെള്ളിയും പൊന്നും എനിക്കില്ല. അടുത്ത് പറയുകയാണ്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. രണ്ടുപേരുണ്ട്. എന്നാൽ പത്രോസ് പറയുന്നില്ല ഞങ്ങൾക്കുള്ളത് ഞാൻ നിനക്ക് തരാമെന്നല്ല പറയുന്നത്, എനിക്കുള്ളത്. എന്ന് വെച്ചാൽ എന്താ? എനിക്കുള്ള കൃപ ഇപ്പോൾ ഈ യോഹന്നാൻ ഇല്ല. ഹല്ലേലൂയ. അവനെ ഒറ്റപ്പെടുത്തുകയാണ്. എനിക്കുണ്ട്, അവനില്ല. ഇന്ന് ദൈവാത്മാവ് ഈ ആലോചന തന്നെ പറയുന്നു. നിങ്ങളെ ആരൊക്കെയോ നോക്കി പറയുക, ഹല്ലേലൂയ, ഒറ്റപ്പെടുത്തുകയാണ്. എനിക്കുണ്ട്, യവനില്ല. ഹല്ലേലൂയ. യവനില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ എവിടെ മാറ്റി നിർത്തിയോ അത് ദൈവം കാണുകയാണ്. പത്രോസ് ഈ പദം പറയുമ്പോൾ യോഹന്നാന്റെ മനസ്സ് ഒരുപക്ഷെ വേദനിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, എന്നെ ഒറ്റപ്പെടുത്തണ്ടായിരുന്നു. പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് കൃപയില്ലെന്നല്ലേ? പത്രോസിന് കൃപയുണ്ട്, പത്രോസിന് ശുശ്രൂഷയുണ്ട്, പത്രോസിന് അഭിഷേകമുണ്ട്. കൗമാരക്കാരനായിരിക്കുന്ന എനിക്ക് കൃപയില്ല, എനിക്ക് ശുശ്രൂഷയില്ല, എനിക്ക് രോഗികളെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല, എന്നെ മാറ്റി നിർത്തിയതല്ലേ? ഒരുപക്ഷെ താൻ പുറത്തു പറഞ്ഞില്ലേലും തൻ്റെ മനസ്സിനകത്ത് അത് വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരിക്കാം. അത് സർവശക്തനാം ദൈവം ഉയരത്തിൽ കുറിച്ചിട്ടു. പത്മോസിലേക്ക് യോഹന്നാനെ കൊണ്ടുവന്നിട്ട് പത്രോസിനില്ലാത്ത, പൗലോസിനില്ലാത്ത, അന്ത്രയോസിനില്ലാത്ത, യേശു കർത്താവിന്റെ മറ്റ് അപ്പോസ്തലന്മാർക്ക് ലഭിക്കാത്ത വെളിപ്പാടിനെ ദൈവം യോഹന്നാന് കൊടുത്തു. ഇപ്പോൾ യോഹന്നാനുള്ളത് ആർക്കില്ല? ഹല്ലേലൂയ, മറ്റുള്ളവർക്കില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ആലോചന പറയുന്നു. ഒരു സമയത്ത് നിനക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ മാറ്റി നിർത്തി നിന്റെ കുടുംബക്കാർ, നിന്റെ ബന്ധുക്കൾ, നിന്റെ ചാർച്ചക്കാർ, ഹല്ലേലൂയ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും നിന്നെ അവഗണിച്ച് മാറ്റിയിരിക്കുക. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി ആലോചന പറയുന്നു. ആ ഒറ്റപ്പെടുത്തിയ മണ്ഡലത്തിൽ തന്നെ, നിനക്കില്ലെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ തന്നെ അവർക്കില്ലാത്ത ചിലതിനെ നിനക്ക് തരുവാൻ, അവരുടെ തലമുറയ്ക്ക് ലഭിക്കാത്ത ചിലതിനെ നിന്റെ തലമുറകൾക്ക് തരുവാൻ, അവരുടെ കുടുംബത്തിലില്ലാത്ത ചിലതിനെ നിന്റെ കുടുംബത്തിൽ തരുവാൻ, അവരുടെ ശുശ്രൂഷയിലില്ലാത്ത കൃപാവരങ്ങളെ നിനക്ക് തരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. യോഹന്നാനെ നീ നിരാശപ്പെടണ്ട, അഭിഷിക്തനെ നീ നിരാശപ്പെടണ്ട, ദൈവവൈതലെ നീ നിരാശപ്പെടണ്ട. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. എവിടെയാണോ നിനക്ക് സ്ഥാനമില്ലെന്ന് മാറ്റി നിർത്തിയത്, എവിടെയാണോ നിനക്ക് ശുശ്രൂഷിക്കാൻ അവസരം തരാത്തത്, എവിടെയാണോ നിനക്ക് കൃപയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്, അവരുടെ മധ്യത്തിൽ തന്നെ അവർക്കില്ലാത്ത അഭിഷേകത്തെ, അവർക്കില്ലാത്ത കൃപയെ, അവർക്കില്ലാത്ത വെളിപ്പാടിനെ, അവർക്കില്ലാത്ത ശുശ്രൂഷയെ നിനക്ക് തന്ന് മാനിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവർക്കാർക്കും ലഭിക്കാത്ത വേദികള്, അവർക്കാർക്കും ലഭിക്കാത്ത അവസരങ്ങള്, അവരാരും കടന്നു പോയിട്ടില്ലാത്ത രാജ്യത്തിലേക്ക് നിനക്ക് എൻട്രി തരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ഈ ദൂതിനെ ഏറ്റെടുത്ത് ഹല്ലേലൂയ, എന്റെ കുടുംബത്തിലെ മറ്റൊരു തലമുറകൾക്ക് ലഭിക്കാത്ത അവസരം എന്റെ തലമുറയ്ക്ക് ദൈവം തരൂ. ഒരു സമയത്ത് ഞങ്ങളെ മാറ്റി നിർത്തി, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് വാഹനമില്ല, ഞങ്ങൾ നന്മയില്ല, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്, ഞങ്ങൾ കറുത്തവരാണ്, ജാതിയുടെ പേര്, മതത്തിന്റെ പേര് ഞങ്ങളെ മാറ്റി നിർത്തി. എന്നാൽ എനിക്കൊരുറപ്പുണ്ട്, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ തന്നെ ഞങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോട് ഇത് നിങ്ങളോടുള്ള ദൂതാണ്. എന്റെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. ശ്രേഷ്ഠന്മാരെന്ന് അവകാശവാദം പറയുന്ന അവർക്കാർക്കുമില്ലാത്ത, അവരെ തലമുറകൾക്കാർക്കുമില്ലാത്തത് നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനും തന്നു മാനിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വാസത്തോടെ ഈ ദൂതിനെ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. അവഗണിക്കപ്പെട്ടവരുടെ മുമ്പിൽ തന്നെ നിഷേധിക്കാൻ കഴിയാത്ത വിടുതലുകളെ തന്നു എന്റെ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. ഊടാലവശന്തനെ
ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം ദൈവ ഹല്ലേലൂയ യോഹന്നാന്റെ പേരിൽ എഴുതി കൊടുത്തു എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് നിന്റെ പേരോട് ചേർത്ത് വെച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ ചിലതിനെ തരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഉടലവലവ ശമ്പൽ കൗടവദന അന്തരേ ജഗപ്രൗഢവ ഇതുവരെ നീ കാണാത്ത ദൈവപ്രവൃത്തി നിന്നിലൂടെ എന്റെ ദൈവം ചെയ്യാൻ പോകുന്നു. ഇതുവരെ ലോകം കാണാത്ത ദൈവിക പ്രവർത്തികൾ, ഇതുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ശുശ്രൂഷകൾ നിന്നിലൂടെ ഒരു വ്യത്യസ്തനാക്കി ദൈവം നിന്നെ മാറ്റിക്കൊണ്ട് നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ, സഹോദരൻ നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ, സഹോദരി നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ, കുഞ്ഞ് നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ നിരാശപ്പെടണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. 1-ാമത്തെ വാക്യം അവസാനിപ്പിക്കുമ്പോൾ ചില പദങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. എന്ന് വെച്ചാൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തതിനെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇനി ഭാവിയിൽ എന്ത് സംഭവിപ്പാൻ പോകുന്നുവെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് ഇതുവരെ ആരും കണ്ടിട്ടില്ല, നീയും കണ്ടിട്ടില്ല. അതിനെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് കാണാൻ തുടങ്ങുന്നതിന് മുന്നമേ എന്താണ് യോഹന്നാന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. എന്താണ് യോഹന്നാൻ കണ്ടത്? സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. എപ്പോഴാണ് കണ്ടത്? അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ഉടനെ ഞാൻ ആത്മവിവശനായി. ഹല്ലേലൂയ. യോഹന്നാൻ ആത്മവിവശതയിലേക്കായി കഴിഞ്ഞ ഉടനെ അതുവരെ കാണാത്തത് യോഹന്നാൻ കാണാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ എന്താണ് ആത്മവിവശത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ആത്മവിവശത എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാക്കുന്നത് ആത്മീയത്തിൻ്റെ അടുത്തൊരു തലമെന്നാണ്. ഹല്ലേലൂയ. എങ്കിൽ ആ വാക്കുകളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനാൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആത്മീയത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് നിങ്ങൾ കയറാൻ തയ്യാറാണെങ്കിൽ, നാളിതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഉടാലവ പ്രാർത്ഥനയുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറുക, ആരാധനയുടെ അടുത്തൊരു തലത്തിലേക്ക് കയറുക. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് കയറുക. പരിശുദ്ധ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാ. നിന്റെ കുടുംബത്തിനകത്ത് ഇനിയും ചിലത് കാണാൻ ബാക്കിയാണ്. വാഴ്ത്തത്വങ്ങൾ ചിലത് നിറവേറാൻ ബാക്കിയാണ്. ചില അത്ഭുതങ്ങൾ ഇനിയും നീ കാണാൻ ബാക്കിയാണ്. നിന്റെ തലമുറയുടെ നന്മകൾ ഇനിയും നീ കാണാൻ ബാക്കിയാണ്. ഉടാലവ നിന്റെ ശുശ്രൂഷയുടെ അടുത്തൊരു മണ്ഡലം നിനക്ക് വേണ്ടി ഓപ്പൺ ആകാൻ ഇനിയും ബാക്കിയാണ്. നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഴ്ത്തത്വങ്ങൾ, പ്രധാന ദൂതുകളുടെ വാതിലുകൾ ഇനിയും തുറക്കപ്പെടാൻ ബാക്കിയാണ്. അത് നിനക്ക് കാണണമോ എങ്കിൽ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ജനത്തോട് വിളിച്ചു പറയുന്നു, ആത്മീയത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് കയറുക. ഈ റാബ ശമ്പൽ കൗടവദന ഇന്ന് പകൽക്കാലം ഈ നാളുകളിലെ പ്രാർത്ഥനാ രീതിക്ക് ഒരു വ്യത്യാസം വരുത്താൻ തയ്യാറാകുക. അടുത്തൊരു തലത്തിലേക്ക് കയറി പൈശാചിക മണ്ഡലത്തോട് പടവെട്ട, നിന്റെ വാഴ്ത്തത്വങ്ങളെ തടയുന്ന, നിന്റെ നന്മകളെ തടയുന്ന, നിന്റെ ഉയർച്ചകളെ തടയുന്ന, നിന്റെ ആത്മീയ മുന്നേറ്റത്തെ തടയുന്ന, നിന്റെ സഭയുടെ വളർച്ചയെ തടയുന്ന ഉടാലവ ആ ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ തകർത്ത പ്രാർത്ഥനാ മുറിക്കകത്ത് ഒരു പോരാളിയെ പോലെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി ആത്മാവിൽ നീ പൊരുതാൻ തയ്യാറാണെങ്കിൽ ഇതുവരെ കാണാത്തതിന് നീ കാണാൻ തുടങ്ങുക. വിശ്വസിക്കുന്നവർ മാത്രം അധരങ്ങളെ ചലിപ്പിച്ച് ദൈവസന്നിധി സ്തുതിച്ചാട്ടെ. അമ്പൽ കൗടവദന ഒരു
ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ നല്ല പ്രായത്തിൽ നടക്കാത്തതാണോ ഈ സമയത്ത് നടക്കാൻ പോകുന്നത്? യോഹന്നാൻ ആലലി വന്ധ്യവയോധികനായിരിക്കുന്ന സമയത്താണ് ആലലി ദൈവം അവന് വെളിപ്പാടിന്റെ കലവറകൾ തുറന്നു കൊടുത്തതെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിനക്ക് സമയം വൈകിട്ടില്ല, നിന്റെ സമയം ഓവറായിട്ടില്ല. നിനക്ക് തോന്നുന്നത് ശാരീരികമായി ക്ഷീണിച്ചു എന്ന്, നിനക്ക് തോന്നുന്നത് പ്രായമായെന്ന്, നിനക്ക് തോന്നുന്നു ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ശുശ്രൂഷ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവ പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഒന്നും അവസാനിച്ചിട്ടില്ല. ദൈവം പറയുന്നു അവസാനിച്ചിട്ടില്ല. പുത്തൻ തുടക്കങ്ങളെ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഉടാലവ ശബ്ദനെ അടകത്തരക്ഷമനാദരകച്ചസേ അടകൾ പ്രൗഢാരകച്ചസേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ചിലരെ അടുത്ത തലത്തിലേക്ക് കയറാ സ്വർഗം അവിടുന്ന് ബലപ്പെടുത്തിയാട്ട. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി ക്ഷീണിച്ചു പോകാതെ പൈശാചിക മണ്ഡലത്തോട് പടവെട്ടുവാൻ, അവകാശങ്ങളെ പ്രാപിക്കുവാൻ, വാഴ്ത്തത്വങ്ങളെ പ്രാപിക്കുവാൻ, നന്മകളെ മടക്കി പ്രാപിക്കുവാനുള്ള അധികാരത്തെ സ്വർഗം അവിടുന്ന് പകരം അടുത്തൊരു തലത്തിലേക്ക് അങ്ങയുടെ ജനം അവിടുന്ന് കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും ചിലത് കാണാനുണ്ട്. ആരൊക്കെ കാണത്തില്ലെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളെ കാണിക്കും. മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നിന്റെ തേജസ് കാണണം. എന്താ ദൈവത്തിന്റെ തേജസ് കാണുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരു പ്രകാശം കാണണമെന്നല്ല, എനിക്ക് ദൈവത്തെ കാണണം. ദൈവം പറഞ്ഞു, എന്നെ കണ്ടവരാരും ജീവിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ചാൽ എന്നെ കാണുക എന്ന് നീ പറയുന്ന ആവശ്യം നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തതാണ്. പക്ഷേ നടക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു ആവശ്യവുമായി മോശ ദൈവത്തിന്റെ മുമ്പിൽ ചെന്നപ്പോ ദൈവം എക്സ്ക്യൂസ് പറഞ്ഞു മോശയെ ഹല്ലേലൂയ പറഞ്ഞു വിട്ടില്ല. ദൈവ സാധ്യതയില്ലാത്ത വിഷയത്തിനകത്തും അവന് വേണ്ടി ഒരു അവസരത്തെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തുകൊണ്ടാ ദൈവമേ നീ മോശയ്ക്ക് സാധ്യതയില്ലാത്ത ഈ വിഷയത്തിനകത്തും സാധ്യത ഉണ്ടാക്കി കൊടുക്കാൻ കാരണമെന്താ? ദൈവം പറയോ, അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അങ്ങനെ എനിക്ക് അവനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. എങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, നടക്കാൻ സാധ്യതയില്ലാത്തൊരു വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കാം നീ പ്രാർത്ഥിക്കുന്നത്. നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ കേൾക്കുന്നവർ പോലും ഒരുപക്ഷെ ചിരിക്കുന്നുണ്ടായിരിക്കുക. എന്തോ സംതിങ് പ്രോബ്ലം ഈ സിസ്റ്ററിനുണ്ട്, എന്തോ കുഴപ്പം ഈ വ്യക്തിക്കുണ്ട്, അതുകൊണ്ട് ഈ നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ദൈവം പറയുന്നു, നീ ദൈവത്തിന് പ്രിയപ്പെട്ട വ്യക്തിയാണെങ്കിൽ നടക്കാൻ സാധ്യതയില്ലെന്ന് ആര് പറയുന്നതായാലും അതിന്റെ മധ്യത്തിൽ ഒരു സൊല്യൂഷൻ നിനക്ക് വേണ്ടി കണ്ടെത്തുവാൻ, നിനക്ക് വേണ്ടി തരുവാൻ, നിനക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വാസത്തോട് പറയേ, നിനക്ക് സാധ്യതയില്ലായിരിക്കാം, നിന്റെ കുടുംബത്തിൽ അത് സംഭവിക്കാൻ സാധ്യതയില്ലായിരിക്കാം, നിന്റെ തലമുറയിൽ അത് സംഭവിക്കാൻ സാധ്യതയില്ലായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെങ്കിൽ സാധ്യതയില്ലാത്ത വിഷയത്തിനകത്ത് ദൈവം ഒഴിവ് തിരിവ് പറഞ്ഞ് മടങ്ങിപ്പോകാതെ സാധ്യത ഉളവാക്കി ആവശ്യത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ. ആദരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കാണാൻ മറ്റാരും കാണാത്തത് നിങ്ങൾക്ക് കാണണമോ? എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മീയത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് കയറി വരിക. ഒരിക്കലും നടക്കത്തില്ലെന്ന് ലോകം പറയുന്നത് നീ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവപ്രവൃത്തി നിനക്ക് കാണണമോ? എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ദൈവത്തിന് പ്രിയമുള്ള വ്യക്തിയായി മാറുക. എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. ദൈവം മോശയോട് പറഞ്ഞു, ഞാനൊരു സൊല്യൂഷൻ പറയാം. എന്താണ് ആ സൊല്യൂഷൻ? ഹല്ലേലൂയ. ഇവിടെ ഒരു പാറയുണ്ട്, ആ പാറയുടെ പിളർപ്പിൽ നീ കയറി നിൽക്കുക. ഞാൻ അതുവഴി പാസ് ചെയ്യുമ്പോൾ നിനക്കെന്നെ കാണാം. ഹല്ലേലൂയ. ആമേൻ. എന്താണ് ആ പാറ?
നമുക്കെല്ലാവർക്കും അറിയാം, ആ പാറയാണ് ക്രിസ്തു. ക്രിസ്തു എന്ന പാറ പിളർന്ന് ഉണ്ടായതാണ് ദൈവത്തിൻ്റെ സഭ. അങ്ങനെയെങ്കിൽ ലോകം നടക്കത്തില്ലെന്ന്, മെഡിക്കൽ സയൻസ് സംഭവിക്കത്തില്ലെന്ന്, ബന്ധുക്കൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു വിടുതൽ നടക്കത്തില്ലെന്ന് നിങ്ങളെ നോക്കി വിധി എഴുതിയ വിഷയത്തിൽ വിടുതൽ കാണണമെങ്കിൽ പരിശുദ്ധനാം ദൈവം പറയുന്നു, ക്രിസ്തുവാകുന്ന പാറ പിളർന്നുണ്ടായ ദൈവസഭയ്ക്കകത്തേക്ക് നീ കയറി വാ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിയോടും വേർപാടോടും നീ ദൈവത്തെ സേവിക്കുക. ഹല്ലേലൂയ. നേതൃത്വ സ്ഥാനം മോഹിക്കാതെ, ഹല്ലേലൂയ, ഗ്രൂപ്പിസം ഉണ്ടാക്കാതെ, ഹല്ലേലൂയ, വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. ക്രിസ്തു പിളർന്നുണ്ടായ ദൈവസഭയ്ക്കകത്തേക്ക് നീ കയറി വന്ന് വചനപ്രകാരം ജീവിക്കാൻ തയ്യാറായ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങളെ നോക്കി ആലോചന പറയുന്നു. ഡോക്ടർ വിധി എഴുതി തള്ളിയതാ, കോടതി വിധി എഴുതി തള്ളിയതാ, സമൂഹം വിധി എഴുതി തള്ളിയതാ, ബന്ധുക്കൾ വിധി എഴുതി തള്ളിയതാ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നടത്തി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവാകുന്ന പാറ പിളർന്നുണ്ടായ ദൈവസഭയ്ക്കകത്ത് കയറി വന്നു ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞ വിടുതലുകൾ പ്രാപിച്ച ഒട്ടനവധി വ്യക്തി ജീവിതങ്ങൾ ഈ സന്ദേശത്തെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുഞ്ഞേ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ദൈവം അത്തരത്തിലെ ദൈവപ്രവർത്തികൾ ചെയ്തെങ്കിൽ ഈ നാളുകളിലും ആ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, ആ ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. പദ്യോപദേശത്തിന് കീഴ്പ്പെടുക, അഭിഷേകത്തിന് കീഴ്പ്പെടുക, വചനത്തിന് കീഴ്പ്പെടുക, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട നിന്നെ തന്നെ സമർപ്പിക്കുക. നടക്കത്തില്ലെന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിനകത്ത് നടത്തിത്തരും. നീ ഇനി കാണത്തില്ലെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ നീ കാണും. അന്യ കണ്ണാലല്ല, നിന്റെ സ്വന്തം കണ്ണാൽ തന്നെ നീ കാണും. കണ്ണുകളടച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശത്തെ അങ്ങ് അവിടെ നൽകിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. വ്യത്യസ്തമാകുന്ന ദൂതുകളാൽ ഹല്ലേലൂയ കർത്താവേ, അങ്ങ് ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഈ ദൂതുകൾ ഓരോരുത്തരോടുമുള്ളതായിരുന്നു എന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹിക്കുന്നുവോ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ അരികിലേക്ക് ഞങ്ങൾക്ക് കടന്നു പോകാൻ പറ്റത്തില്ല, പക്ഷേ കർത്താവേ, സർവ്വവ്യാപിയായ ദൈവം ഓരോ ജനത്തെയും അവിടെ നിന്ന് കാണുന്നു. അവരേത് രാജ്യത്തിലായാലും പട്ടണത്തിലായാലും ഗ്രാമത്തിലായാലും അവരായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരം അവരുടെ കുടുംബത്തിന്റെ മീതെ, അവരുടെ ജീവിതത്തിന്റെ മീതെ, അവരുടെ തലമുറകളുടെ മീതെ, അവർക്കുള്ള സകലത്തിന്റെ മീതെയും വെളിപ്പെട്ടു വരട്ടെ. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മീതെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സ്വർഗം അവിടെ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. അവിടെ നിന്ന് കർത്താവ് ഇന്നത്തെ ഈ സന്ദേശത്തെ അനുഗ്രഹിച്ച് നൽകിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും അപ്പച്ചൻ കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.